ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഫോട്ടോ ഫോണിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫോണിൽ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ്, അതും വാട്ടർമാർക്ക് ഇല്ലാതെ. ടിക്ടോക്കിൽ കാണുന്ന പോലെയുള്ള സ്പീഡായിട്ട് പോയിട്ട് പിന്നെ സ്ലോ മോഷനിൽ കാണിക്കുന്ന വീഡിയോസ്, ട്രാൻസിഷൻ വീഡിയോസ്, അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പുണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന പോകുന്ന ആപ്പിൻ്റെ പേര് VN വീഡിയോ എഡിറ്റർ. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യാം. VN എഡിറ്റർ. ഇപ്പോൾ ഞാൻ ഓൾറെഡി അതിനകത്ത് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അതിനകത്ത് ഡ്രാഫ്റ്റായിട്ട് കുറേ കാണിക്കുന്നത്. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ പറ്റും. വീഡിയോയോ അല്ലെങ്കിൽ ഫോട്ടോയോ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് എടുത്ത വീഡിയോ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമ്മുടെ ടൈം ലൈനിൽ വരും. ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് പോവുക, VNൻ്റെ ഒരു ഡയറക്റ്റഡ് ബൈ VN എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അത് നൈസായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കിന് വീഡിയോയുടെ ഒത്തിരി ഓപ്ഷൻ നമുക്കുണ്ട്. ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോയ്ക്ക് ഈ ഫിൽറ്റർ എല്ലാം കണ്ടോ, ഇത്രയും ഫിൽറ്ററുണ്ട്. ഈ ഫിൽറ്റർ എല്ലാം ഫ്രീ ആണ്. അത് പോരാത്തതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ സ്റ്റൈലിൽ. അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോയുടെ വോളിയം കൺട്രോൾ ചെയ്യാം. എനിക്കിപ്പം ഈ വീഡിയോയുടെ വോളിയം ഒട്ടും വേണ്ട. അപ്പം ഞാൻ വീഡിയോയുടെ വോളിയം കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് നമുക്കിപ്പം ഇതിനകത്തൂടെ ഒരാൾ നടന്നു പോകുന്നൊരു ഭാഗമുണ്ട്, അത് കളയണം. അപ്പം അതിന് മുമ്പ് കൊണ്ടുവെക്കുക, അയാൾ വരുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ ടൈം ലൈനിൻ്റെ വര അവിടെ കൊണ്ടുവെക്കുക. അത് സ്പ്ലിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അയാൾ കടന്നു പോയി കഴിയുമ്പോഴത്തേക്കിന് ഒന്നുകൂടെ സ്പ്ലിറ്റ് ഞെക്കുക. അപ്പോഴത്തേക്കിന് അത്രയും ഭാഗം നമുക്ക് കട്ടായി കിട്ടും. നമുക്ക് അത്രയും ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാം. കണ്ടോ, വീഡിയോയിൽ ലെങ്ത്ത് കളിക്കാനുള്ള ഓപ്ഷൻ ട്രിം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ വീഡിയോ കൊണ്ടാക്കാൻ പറ്റും. പിന്നെ എഫക്ട്സ്, അതിപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പം എന്തൊരു എഫക്റ്റ് കൊടുക്കണമെങ്കിൽ ഇഷ്ടം പോലെ എഫക്റ്റ് ചെയ്യുന്നതുണ്ട്. കണ്ടോ, ഫ്ലാഷ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ട്, സൂം എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ട്. വീഡിയോയുടെ ഇടയ്ക്ക് ഇടുന്ന എഫക്ട്സ് ആണ് ഇതെല്ലാം. അപ്പോൾ നമുക്കൊരു എഫക്റ്റ് സെലക്ട് ചെയ്ത് ഞാൻ ആദ്യം തന്നെ എഫക്റ്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതിനുള്ളതാണ് എഫക്ട്സ് എന്നുള്ള ഓപ്ഷന്. പിന്നെ നമുക്ക് വീഡിയോ ക്രോപ്പ് ചെയ്യാം. നമുക്ക് വേണ്ട സ്റ്റൈലിൽ അല്ലെങ്കിൽ വേണ്ട സൈസിൽ നമുക്ക് ക്രോപ്പ് ചെയ്യാം. ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഇത്രയാക്കാം. പക്ഷേ ഞാൻ ഈ സൈസ് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല. പിന്നെ റൊട്ടേറ്റിൻ്റെ ഓപ്ഷൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മിറർ, അതായത് സൈഡ് വേസ് ഫ്ലിപ്പ് ആകാനുള്ള ഓപ്ഷനാണ് മിറർ. പിന്നെ ഫ്ലിപ്പ് അപ്സൈഡ് ഡൗൺ ഫ്ലിപ്പ് ആകാനുള്ള ഓപ്ഷനാണ് ഫ്ലിപ്പ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക്, ഈ വീഡിയോയുടെ മണ്ടയ്ക്ക് നമുക്ക് വേറൊരു വീഡിയോയോ വേറൊരു ഫോട്ടോയോ ആഡ് ചെയ്യാം. നമുക്ക് സ്റ്റിക്കർ ആഡ് ചെയ്യാം. നമുക്ക് സ്റ്റിക്കർ, ഞാനിപ്പം എൻ്റെ ലോഗോയാണ് സ്റ്റിക്കറായിട്ട് ഞാനിവിടെ പ്ലേസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ പ്ലസ് അതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നുള്ള ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ലോഗോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോഗോ ഞാൻ സെലക്ട് ചെയ്തു. ലോഗോ സെലക്ട് ചെയ്തിട്ട് വലുതാക്കി വീഡിയോയ്ക്കകത്ത് വെച്ചു. എന്നിട്ട് ഈ ആരോ മാർക്ക് ഉണ്ടോ, ഈ ആരോ മാർക്കാണ് നിശ്ചയിക്കുന്നത് എവിടെ മുതൽ എവിടം വരെ ഇത് കാണിക്കണമെന്ന്. അപ്പം അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കം മുതൽ, എനിക്ക് ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വേണം. അതുകൊണ്ട് ഞാനത് പ്രസ് ചെയ്ത് അവസാനം വരെ കൊണ്ടുവെക്കുകയാണ്. കേട്ടോ, അപ്പോൾ ടൈം ലൈനകത്ത് മൊത്തം ഈ ലോഗോ കാണിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോയുടെയും ലെങ്ത്ത് നമ്മൾ കുറയ്ക്കുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ആരോടെ ഇത് കിട്ടും. നമുക്കത് മാനുവലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിൻ്റെ റിസൾട്ടായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഫോട്ടോയോ വീഡിയോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്യുകയാണ്. അപ്പം അതിന് ബാക്കിയായിട്ട് നമുക്ക് വന്ന് നടക്കും. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോഴാണ് ട്രിം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെടുക്കുക. ഇതിനെനിക്ക് 2.5 സെക്കൻഡ്സ് കാണിച്ചാൽ മതി. ഞാൻ 2.5 സെക്കൻഡ്സ് കൊടുക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഡ്യൂറേഷൻ ചെയ്യാം. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മാറുന്ന പോലെ ഒരു ഫീൽ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിഷൻസ് യൂസ് ചെയ്യുന്നത്. അത് ഇൻഷോട്ടിലൊക്കെ പ്രീമിയം ആണ്, ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ട്രാൻസിഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് സൈൻ, അതായത് ഈ രണ്ട് ക്ലിപ്പിൻ്റെ ഇടയ്ക്കുള്ള പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിഷൻ്റെ ഓപ്ഷൻസ് കിട്ടും. നമുക്ക് ഇഷ്ടം പോലെ ട്രാൻസിഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യാം ബ്ലർ എന്നുള്ള ഞാൻ ഓപ്ഷൻ സെലക്ട് ചെയ്തു. പിന്നെ അടുത്ത ഫോട്ടോ കാണിക്കാനുള്ള ട്രാൻസിഷൻ ഞാനൊരു റൊട്ടേറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇത് ഇൻഷോട്ടിലെ ഒരു ഫേമസ് ട്രാൻസിഷനാണ്. നമുക്കതിനെ ഡ്യൂറേഷൻ കുറയ്ക്കാം, കൂട്ടാം, ഭയങ്കര സ്പീഡിൽ കൊണ്ടുപോകാം, പയ്യെ കൊണ്ടുപോകണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് റൊട്ടേറ്റ് എന്നുള്ള ട്രാൻസിഷൻ കൊടുത്തു. അടുത്ത ട്രാൻസിഷനും ഞാൻ റൊട്ടേറ്റ് സെലക്ട് ചെയ്യാണ്. റൊട്ടേറ്റിൻ്റെ ഓപ്പോസിറ്റ് റൊട്ടേഷൻ, അതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ ചേഞ്ച് ആവും. അപ്പോൾ അതിലേക്ക് ടിക്ക് കൊടുക്കുക.
അപ്പം ട്രാൻസിഷൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് ഓക്കെ, ടെക്സ്റ്റിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റൈലിലുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്ന് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, കളർ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്, സ്ട്രോക്ക് കൊടുക്കാൻ ഓപ്ഷൻസ് ഉണ്ട്, അതിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ടെക്സ്റ്റിനകത്തുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയത്ത് വേണം, അല്ലെങ്കിൽ എവിടെ വേണം, എങ്ങനെ വേണം, ഏത് സ്ഥലത്ത് വേണം, എത്ര നിമിഷം വേണം എന്നുവരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഡിസ്ക്രൈബർ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും ഈ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ. അപ്പം ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടവർക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ടെക്സ്റ്റിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്തു. പിന്നെ നമുക്ക് മ്യൂസിക് എഫക്റ്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് ആഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഫ്രീ ആയിട്ട് കിടക്കുന്നത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ച 2 മ്യൂസിക്കിനകത്ത് കിടപ്പുണ്ട്. വേറെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് സൈനെ ക്ലിക്ക് ചെയ്യുക. പ്ലസ് സൈനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും. ഫയൽ മാനേജറിൽ നിന്ന് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പം എക്സ്ട്രാക്ട് ഫ്രം വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾറെഡി ഇതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്തുനിന്ന് നമുക്ക് സൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ഫ്രം എ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് യൂട്യൂബ് ലിങ്ക്സ് ഒക്കെ അതിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തൊരു സൗണ്ട് തന്നെ സെലക്ട് ചെയ്യുകയാണ്, ഞാൻ ചൂസ് ചെയ്യുകയാണ്. പിന്നെ അത് തന്നെ നമുക്ക് സൗണ്ടിന് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളത് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് ഞാൻ സൗണ്ട് ആഡ് ചെയ്തു. എൻ്റെ വീഡിയോ റെഡിയായി. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാം ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് കൊടുക്കുക. അപ്പം ഫോണ് എക്സ്പോർട്ടാക്കി നമുക്ക് കൈ തരും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? എളുപ്പമല്ലേ? അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ വീഡിയോസ് ഇട്ട് തകർക്കുക. പ്ലേ സ്റ്റോറിൻ്റെ ആപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുവാണെങ്കിൽ എന്നെയും ടാഗ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കണ്ടന്റ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് വളരാനേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പരെ